ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറേ പേന കളക്ഷൻസ് ഉണ്ട്. കുറേ ഇല്ല, കുറച്ച് ഒരു 12 എണ്ണേ ഉള്ളൂ. നമുക്ക് ആ 12 എണ്ണം ഞാൻ നിങ്ങളെ എല്ലാവരും അതിൻ്റെ ഷെയ്ഡ്സും എല്ലാ കളേഴ്സും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്ക് ഞാൻ കളേഴ്സ് കാണിച്ചു തരാൻ വേണ്ടി വെക്കാം. ഇവിടെ ഇതിലേക്കൂടെ ഇങ്ങനെ കളേഴ്സ് അടിക്കാം. പിന്നെ ഞാനിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചേക്കാണ് കേട്ടോ, ഉള്ള പേന എല്ലാം കൂടെ. ചിലതൊന്നും അടപ്പില്ല, പക്ഷെ അടപ്പില്ലെങ്കിലും ഭയങ്കര കളർ, ഇതിൽ ഡാർക്ക് കളേഴ്സുള്ള എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം റബ്ബർ ബാൻഡ് ഒന്ന് അടിക്കാം. അടിച്ച് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേന, എനിക്ക് 2 ഗ്ലോയിങ് പെൻ ഉണ്ട്. ഇതെൻ്റെ എനിക്ക് ക്രിസ്മസിന് കിട്ടിയതാണ്. ഇത് ക്രിസ്മസിന് കിട്ടിയതാണ്. ഓക്കെ, അപ്പം നമുക്കെന്നാൽ ചെയ്യാം. ആദ്യം നമ്മൾ ഏതെടുക്കണം, ഇതിലേതെടുക്കും ഗൈസ്? നമുക്കെന്നാൽ ഇതാദ്യം എടുക്കണം. ഇതൊരു ഗ്രീൻ കളറിലെ പേനാണ്. പക്ഷേ എൻ്റെ മഷി ഗ്രീൻ അല്ല, പക്ഷേ എൻ്റെ പുറമേ മുഴുവനും ഗ്രീനാണ്. കണ്ടാൽ മനസ്സിലാവുമോ? പച്ച ആണോ ബ്ലാക്ക് ആണോ? ഗ്രീൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് അടിച്ച് വരയ്ക്കാം. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം കളേഴ്സുള്ളതാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറാണ്. ഇതാണ്. അടുത്ത നമ്മൾക്ക് ഇതിനടപ്പില്ല. ഇതിനും കുറച്ചൊരു ഡാർക്ക് കളറില്ല, ഇതിനേക്കാളും ചെറുതായിട്ടാണ്. ഇതാണിത്. നമുക്ക് കയ്യെ കാണിക്കാം നിങ്ങളെ. ഇനി ഇത് പോയിക്കോ, നമുക്കിനി കയ്യെ കാണിക്കാം നിങ്ങളെ. നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് കാണിക്കാം. ഇത് ചില സമയത്ത് വർക്കാവുള്ളൂ. പേന ഇനിയിപ്പോൾ വർക്കാവില്ലേ? ബ്ലാക്കാണേ. പിന്നെ ഇത് 2 എണ്ണം ഉണ്ട്. ഇത് എനിക്ക് മിക്കവാറും എൻ്റെ അച്ഛൻ മേടിച്ചതാണ്. ഇത് അച്ഛനല്ല മേടിച്ചത്. ഇത് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ സെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ ടിക് 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 പേനാണ്. ഈ പേന ഭയങ്കര ഇഷ്ടം. കളർഫുള്ളാണ്, നല്ല കളറാണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ബ്ലൂ ആണ്. ഇതിനും കുറച്ച് ഡാർക്ക് കളേഴ്സ് ഉണ്ട്. ഇതാണ് നല്ല ഡാർക്കാണ്. ഇങ്ങനെ അടുത്ത ഗ്ലോയിങ് പെണ്ണ് കാണിക്കാം. ഫ്രണ്ട് ഗ്ലോയിങ് പെണ്ണ് ഇതങ്ങനെ നന്നായിട്ട് വർക്കാകില്ല, കണ്ടില്ലേ? ഇതിൻ്റെ കളർ ഇതാണ്. ചില സമയത്ത് ഇത് അടിക്കുമ്പോൾ വരുന്നില്ല, പക്ഷെ ഇപ്പം ഇന്ന് വന്നല്ലോ. പിന്നെ ഞാൻ ഈ അടുത്ത ഗ്ലോയിങ് പെണ്ണ് കാണിക്കാവേ. ആണ് അതിൻ്റെ. പിന്നീട് നമുക്ക് ഈ ഒരു പർപ്പിൾ കളർ, ഇതും കൊണ്ടാണ് ഞാൻ മിക്കവാറും എഴുതുന്നത്. പക്ഷേ ഇതിന് കുറച്ച് ലൈറ്റേ ഉള്ളെന്നേ ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ മിക്കവാറും എഴുതുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കളറുമാണ് ഇതിൻ്റെ പുറത്തും, അതുപോലെ നല്ല ഡാർക്ക് കളറുമാണ്. ഇതാണ് അതിൻ്റെ കളറ്. ഇപ്പം നമ്മൾ ഈ പേന ഇതെല്ലാം മിക്കവാറും ഉണ്ട്. ഇതെല്ലാമെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഒരു 10 രൂപ 5 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു ഇതല്ലേ. അത്ര തെളിച്ചില്ല. എനിക്ക് ഈ പേന അത്ര ഇഷ്ടമല്ല. ഞാൻ ഈ പേനയെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് കട്ട കുറേ പേനയൊക്കെ കളഞ്ഞു പോയിട്ടുണ്ട്. കുറേ പേനയുടെ ഇങ്ങൊക്കെ തീർന്ന് ഞാനത് കളഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അല്ല, എനിക്ക് അത് കൂടുതൽ പേനുണ്ട്. ഇപ്പോൾ വേണ്ട അടുത്ത കളർ ഇതാണ്. അത് ഈ പേനയുടെ കളറാണ്. ഇതാണ്. ഇനി ഞാൻ മറ്റേ പേനെന്ത്, ഈ പേനയുടെ കളർ ഞാൻ കാണിച്ചായിരുന്നു. അതിൻ്റെ കളറാണ്. അതിൻ്റെ കളർ ഇതാണ്. പിന്നീട് വേറെ കാണിക്കാതിരിക്കുന്ന ഏതാണ്? ഇതിൻ്റെ കളർ ഞാൻ മനസ്സിലല്ലേ. ഇതിൻ്റെ കളറ് ഇതിന് അടപ്പില്ല. ഇതിൻ്റെ ഒരു നോർമൽ കളറാണ് ഇതിന്. ഇതാണ്. ഇനി നമുക്കിത് കാണിച്ചാൽ ഇത്രയും നേരെ ഉള്ളു കേട്ടോ. എനിക്ക് ശരിക്കും ഇതിൻ്റെ ബാക്കിയെല്ലാം കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും വെറൈറ്റി കളേഴ്സിൻ്റെ വെറൈറ്റി പേനാണ് ഞാൻ തന്നെ നോക്കട്ടെ. അന്നേരമാണ് ഇന്നത്തെ മുന്നേ 12 കളേഴ്സാണ് എനിക്കുള്ളത്. മുഴുവൻ ഷെയ്ഡ്സ് മാത്രം. അത് വേറെ വല്ല പേനയും കിടക്കുമ്പോൾ ഇല്ല കേട്ടോ. അത് വേറെ കളറല്ല. ഞാൻ ഇതിനകത്ത് പല കളേഴ്സ് വെച്ച് ഞാൻ എഴുതുന്നുണ്ട്. അപ്പം ഇപ്പം മെയിനായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നെ ഈ ഉള്ള പേനയും കൂടെ എല്ലാം കൂടെ സ്കൂളിൽ കൊണ്ടുപോകും. ഞാൻ എല്ലാ പേന സ്കൂളിൽ കൊണ്ടുപോകും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം
പ്രാവശ്യം ഞാൻ ഈ പേന വെച്ച് എഴുതുന്നുള്ളൂ. ബാക്കി എല്ലാം ഇങ്ങനെ ബോക്സിനകത്ത് ഇങ്ങനെ കടന്നുറങ്ങും. ഞാൻ ഇതൊന്നും എടുക്കത്തൊന്നുമില്ല. വേറെ ഫ്രണ്ട്സിനും എല്ലാം എഴുതാൻ കൊടുക്കുന്നേ ഉള്ളൂ. പിന്നീട് ഇത് വന്നിട്ട് ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ എഴുതുന്നത്. നല്ല കളേഴ്സാണ്. ഇതാ എനിക്ക് എൻ്റെ ഇത് എൻ്റെ അമ്മച്ചി അല്ല എൻ്റെ അമ്മയുടെ ചേച്ചി ദുബായ് അല്ലല്ലോ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങനെയാണ്. ഇതിൻ്റെ സെറ്റ് കുറേ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം എൻ്റെ ഇങ്കെല്ലാം ഞാൻ തീർത്ത് കളഞ്ഞ് ലാസ്റ്റ് ഒരു പേനയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇങ്ക് ഞാൻ തീർത്തിട്ട് അടുത്ത നിങ്ങൾ പറയാം. ഇതിൻ്റെ ഇങ്ക് തീരുമ്പോൾ ഞാൻ ഏത് പെന്നാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പം അതെ ഇത്രയും പേനയുണ്ട്. ഈ പേനയും കൊണ്ടാണ് ഞാനിപ്പോൾ ഒടുവിൽ എഴുതുന്നത്. ഞാനിപ്പം ഞാൻ ആദ്യമായിട്ട് 3ാം ക്ലാസ്സിൽ കയറിയപ്പം ഈ പെന്നും കൊണ്ടാണ് മറ്റേ പെന്നും ബ്ലാക്ക് പെന്നും കൊണ്ടാണ് ഞാൻ എഴുതിയത്. പക്ഷെ ബ്ലാക്ക് പെന്നിന് ഇത്ര ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതായിരുന്നു ബ്ലാക്ക് പെന്നിൻ്റെ ഇങ്ക് പകുതി ആയപ്പോഴത്തേക്കിന് ഞാനതിപ്പം ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ക് ഉണ്ട്, ഞാൻ ചില സമയത്തൊക്കെ ചെയ്യത്തുള്ളൂ. ബ്ലാക്ക് കളറായിട്ട് വേണമെങ്കിൽ ഞാൻ എടുക്കുകയുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലാക്ക് കളറായിട്ട്. ബാക്കി എല്ലാം ബ്ലൂ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പെന്നാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചാൽ. വെയിറ്റ് എ മിനിറ്റ്. ജലദോഷം ചിലതിനൊക്കെ അടപ്പ് കാണാതെ പോയി. അതുകൊണ്ട് പിന്നെ തെളിച്ചം ചിലവർക്കൊന്നും കിട്ടത്തില്ല. അടപ്പ് കാണാതെ പോയാലും തെളിച്ചമുണ്ട് എല്ലാത്തിനും. ഒരെണ്ണത്തിന് പോലും തെളിച്ചില്ലായിരിക്കത്തില്ല. നിങ്ങൾക്കപ്പോൾ ഇതിൽ ഏത് പെന്നാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് സമയം തരാം നമുക്ക് നോക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇതിലേത് പെനാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ പിന്നെ ഇതിൻ്റെ കളേഴ്സിൽ ഏതാണ്, ഈ കളറിൽ ഏത് കളറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം എല്ലാവർക്കും